സാർ വന്നിട്ട് കുറെ നേരമായോ? ഏയ് ജസ്റ്റ് വന്നേ ഉള്ളൂ. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മയെ പറ്റി പുതിയ വിവരം വല്ലതും കിട്ടിയോ സാർ? അമ്മയെ തേടുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ എനിക്കൊന്ന് കാണണമല്ലോ. ആ ഫ്രണ്ട് എവിടെയുള്ള? ഫ്രണ്ട് അവളിവിടെ ഇല്ല സാർ. യൂണിവേഴ്സിറ്റിക്ക് അടുത്താ അവളിപ്പോ താമസിക്കുന്നേ. അതുകൊണ്ടെന്താ ആ ഫ്രണ്ടിനെ കാണാൻ കഴിയില്ലേ? നിങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മയെ പറ്റി എന്തെങ്കിലും വിവരം ഞാൻ കൈമാറണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഫ്രണ്ടിനെ നേരിട്ടൊന്ന് കാണണം. ആ ഫ്രണ്ടിനെ കാണാതെ ഒന്നും നടക്കില്ല. അവളുടെ അമ്മയെ പറ്റി സാറിന് എന്തോ വിവരം കിട്ടിയിട്ടുണ്ടല്ലോ. പ്ലീസ് സർ, എന്തെങ്കിലും വിവരം കിട്ടിയെങ്കിൽ പറയൂ സർ, പറയാതിരിക്കില്ലേ. അവളെ ഞങ്ങൾ മറ്റൊരു ദിവസം സാറിന്റെ മുന്നിൽ കൊണ്ടുവരാം സർ. അല്ല, നിങ്ങളുടെ ഫ്രണ്ട് മെയിലാണോ ഫീമെയിലാണോ? ഫീമെയിൽ. ആ ഫീമെയിൽ ഫ്രണ്ട് എങ്ങനെ അഭയകേന്ദ്രത്തിൽ എത്തിയപ്പോ മെയിൽ ഫ്രണ്ടായി? അമ്മയെ തേടുന്ന നിങ്ങളുടെ ഫ്രണ്ട് ഒരു മെയിൽ ഫ്രണ്ടാ. ഇനി ഒരു സത്യം കൂടി എനിക്കറിയണം. ശാന്തി ഭവനിൽ നിങ്ങൾ കണ്ട അംബികയുടെ മകൻ അതാരാ? ആ മകനാണോ ഈ പോലീസ് തിരയുന്ന ആരവെന്ന കുറ്റവാളി? പറയേ, അംബികയുടെ മകനാണ് ആരവെങ്കില് ആ മകന് വേണ്ടി നിങ്ങൾ എന്തിനാ അംബികയെ കാണാൻ പോയത്? പറയേ, ആരവിന് വേണ്ടി നിങ്ങൾ എന്തിനാ അംബികയെ കണ്ടത്? ആരവുമായി നിങ്ങൾക്ക് എന്താ കണക്ഷൻ? സാർ എന്തിനാ ഞങ്ങളോട് ഇതെല്ലാം ചോദിക്കുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. സർ, ഞങ്ങളുടെ ഫ്രണ്ട് മെയിലല്ല സർ, ഫീമെയിൽ തന്നെയാ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങൾ സത്യം മറച്ചു വെച്ചാ അത് നിങ്ങൾക്ക് തന്നെ ദോഷം ഉണ്ടാക്കും. ഞങ്ങളൊരു സത്യവും മറച്ചു വെച്ചിട്ടില്ല സർ. ആരാണ് അംബികയെന്ന് സാറിന് അറിയായിരിക്കുമല്ലോ. അവരൊരു മാനസിക രോഗിയാണ് സാർ. അവർക്ക് ഒരു മോനേ ഉള്ളൂ. ആ മോനെ പറ്റി 10 പേര് നമ്മളോട് പറഞ്ഞു. അതിൽ നമ്മുടെ സിനിമ സൂപ്പർ സ്റ്റാർ വരെ ഉണ്ട്. ഇതിലിപ്പോ ഏതാ സാർ ഞങ്ങൾ വിശ്വസിക്കണ്ടേ? ആരുടെയെങ്കിലും ഫോട്ടോ കാണിച്ചിട്ട് ഇതാണോ നിങ്ങളുടെ മകനെന്ന് ചോദിച്ചാ ആണെന്നേ അവര് പറയൂ. ഏതെങ്കിലും സിനിമാ നടിയുടെ ഫോട്ടോ കാണിച്ചാ മകളാണെന്നും പറയും. അവര് പറഞ്ഞത് കേട്ടിട്ടാണോ സാറ് ആരവെന്ന പ്രതിയെ പറ്റി ഇപ്പൊ ഞങ്ങളോട് ചോദിച്ചേ? അവര് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ അമ്മയല്ലാന്ന് ഫ്രണ്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആരോ എന്നുള്ള പ്രതിയെ നിങ്ങൾക്കറിയോ? ആ പ്രതി അറിയില്ല എന്ന് ഞങ്ങൾ പറയില്ല. അവനെ ഒരു റെസ്റ്റോറന്റിന്റെ വെയിറ്റർ ആയിട്ട് കണ്ട പരിചയം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. വേറൊന്നും ഞങ്ങൾക്ക് അറിയില്ല സർ. നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേരെന്താ? ആരതി. ആരതി എനിക്കൊന്ന് നേരിട്ട് കാണണം. നിങ്ങള് അവളെ കൊണ്ട് എന്റെ മുമ്പിലോട്ട് വാ. അത് കഴിഞ്ഞിട്ട് അവളുടെ അമ്മയെ പറ്റിയുള്ള വിവരങ്ങൾ പറയാം. ഗബ്രിയേൽ സാർ ആ അഭയമന്ദിരത്തിൽ കോണ്ടാക്ട് ചെയ്ത് അംബികയെ പറ്റിയുള്ള വിവരങ്ങൾ എടുത്തിട്ടുണ്ട്. എന്ത് വിവരം കിട്ടിയാലും ആരവിന്റെ കാര്യത്തിൽ സാറിന് നമ്മളെ സംശയം തോന്നിയിട്ടില്ല. പക്ഷെ ആരവിന്റെ അമ്മയെ പറ്റി എന്തോ ഒരു വിവരം ഗബ്രിയേൽ സാറിന് എവിടെ നോക്കിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഫീമെയിൽ ഫ്രണ്ടിനെ സാറിന് മുന്നിൽ എത്തിക്കാതെ സാർ അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടില്ല. ആരവിനെ സാറിന്റെ മുമ്പിൽ എത്തിക്കാൻ കഴിയില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യും? ഫ്രണ്ട് ഫീമെയിൽ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മാറ്റി പറയാനും വയ്യ. ഫീമെയിൽ ഫ്രണ്ടാണെന്ന് തന്നെ ഇരുന്നോട്ടെ. അതിനെ നമ്മൾ തിരുത്താനൊന്നും നിൽക്കണ്ട. ആരവിന്റെ അമ്മയെ പറ്റി അറിയാൻ ഒരു ഫീമെയിൽ ഫ്രണ്ടിനെ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. അതിനെന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. നിങ്ങൾ വരുന്നില്ലേ?